നോക്കൂ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. കാരണം നാളത്തേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇതിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്കിത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. എന്നാൽ ഇതിൽ നിന്ന് ലഭിക്കുന്നതോ വളരെ വലിയ ദോഷങ്ങളും. നമ്മുടെ വീട്ടില് ഐശ്വര്യക്കേട് വരുത്തുക, ജോലിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി വെക്കുക, ധനനഷ്ടം ഉണ്ടാക്കി വെക്കുക, നിത്യദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോവുക, മനസമാധാനത്തെ കെടുത്തി കളയുക, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാമോ നമ്മൾ നിസ്സാരം എന്ന് കരുതി മാറ്റിവെച്ചിരിക്കുന്ന ഈ വസ്തുക്കളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന് പോസിറ്റീവായിട്ടുള്ള കുറെ തരം ഊർജങ്ങളുണ്ട്. അവയെ കേന്ദ്രീകരിക്കുന്ന ഊർജ്ജസ്വലമായിട്ടുള്ള പോസിറ്റീവ് നിറഞ്ഞ വസ്തുക്കൾ വീട്ടിനകത്ത് വേണമെന്ന് തരും. എന്നാൽ ചില വസ്തുക്കളുടെ വിപരീത ഗുണങ്ങൾ ഈ വീട്ടില് ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ ഭാരതീയർക്ക്, പ്രത്യേകിച്ച് ഹൈന്ദവർക്ക് മാത്രമല്ല അറിയാവുന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ദേശം വിട്ടു കഴിഞ്ഞാൽ ടിബറ്റിലും ചൈനയിലും ഇന്തോനേഷ്യയിലും ഇങ്ങനെ പലയിടത്തും ഇത്തരം വിശ്വാസങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു പ്രശ്നം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന ഈ വസ്തുക്കളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും എടുത്ത് മാറ്റി വെച്ചിട്ട് പരിശോധിക്കും. നിങ്ങൾ ഇത് അന്ധവിശ്വാസമാണോ വേറെ വിശ്വാസമാണോ അങ്ങനെയൊന്നും ചിന്തിക്കട്ടെ, ഇതൊന്നും എടുത്ത് മാറ്റിക്കോളൂ. എന്നിട്ട് നിങ്ങൾ കുറച്ച് നാള്, കുറഞ്ഞ പക്ഷേ ഒരു 21 ദിവസമെങ്കിലും നിങ്ങൾ നിരീക്ഷിച്ചു നോക്കും. നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ പ്രധാനപ്പെട്ട 9 വസ്തുക്കൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നത് ഏതോ ഒരു ഉൾപ്രേരണയാൽ അല്ലെങ്കിൽ ഒരു ദൈവം തന്നെ കാട്ടിത്തരുന്ന വഴിയായിട്ടായിരിക്കും ഇതൊക്കെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പരമപ്രധാനമായിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റേണ്ടുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപയോഗശൂന്യമായിട്ടുള്ള ആയുധങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ പലതരം ആയുധങ്ങൾ നമ്മൾ മേടിച്ചു വെക്കാറുണ്ട്. അത് കൃഷി ആവശ്യത്തിനുള്ളതുണ്ട്, വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന വെട്ടുകത്തി, കത്തി, അങ്ങനെയൊക്കെയുള്ള പല ആയുധങ്ങളും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചില ആയുധങ്ങൾ അതിൻ്റെ വായെല്ലാം വളഞ്ഞു പോയി, ഉപയോഗശൂന്യമായി, ഒരുതരം മൂർച്ചയില്ല, അതിന്റെ മുനയൊടിഞ്ഞു പോയി, ഏതെങ്കിലും മുറിയുടെ മൂലകളിലൊക്കെ തുരുമ്പ് പിടിച്ചത് കിടക്കും. എത്രയോ കാലമായിട്ട് അതങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്, അതിന്റെ പിടി പോയി. അങ്ങനെ ഒരു തരത്തിലും ഗുണമില്ലാത്ത ചില ആയുധങ്ങൾ വീട്ടിൽ സൂക്ഷിക്കും. ശരിക്കും പറഞ്ഞാൽ വീട്ടിലുണ്ടാകേണ്ടുന്ന പോസിറ്റീവുകളെ തകിടം മറിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ തുരുമ്പെടുത്ത് കിടക്കുന്ന ആയുധങ്ങൾ. അത് പണിയായുധം ആയാലും ശരി, നമ്മൾ വീട്ടില് കറിക്കും മറ്റും നുറുക്കുന്നതിന് വേണ്ടിയിട്ട് കത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായാലും മതി. ഇപ്പൊ സ്റ്റീൽ കത്തിയൊക്കെ ആണെങ്കിൽ അതിൽ തുരുമ്പ് പിടിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷെ അത് വികൃതമായി അതിന്റെ മുനയൊടിഞ്ഞൊക്കെയാണ് കാണപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് ഇതിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. കാരണം ഇതിങ്ങനെ സൂക്ഷിക്കുമ്പോൾ വീട്ടിനകത്ത് ഒരുപാട് വിപരീത ഗുണങ്ങൾ വരുന്നു. കള്ളന്മാരുടെ ആകർഷണം ഈ വീട്ടിനകത്തേക്ക് വരുന്നു. അവിടുത്തെ അംഗങ്ങൾക്ക് ദേഹത്ത് മുറിവുകളും ചതവുകളും പറ്റുന്ന അപകടങ്ങളെ ഇത് സൃഷ്ടിക്കുന്നു. മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള കത്തി ആക്രമണം മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഇത്തരം വസ്തുക്കളുടെ നെഗറ്റീവുകൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തത് ഉടഞ്ഞ മൺപാത്രങ്ങൾ എന്നുള്ളതാണ്. രണ്ടാമത്തത് ഉടഞ്ഞ ചിൽ മൺപാത്രങ്ങൾ എന്നുള്ളതാണ്. അതായത് നമുക്ക് ചില്ലിട്ട ഗ്ലാസുകൾ അങ്ങനെയുള്ള പലതും ഉണ്ടാവും, ഭരണികൾ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് ഉടഞ്ഞ് അത് അഭംഗിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും പിന്നെ അത് വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചിലരാകുമ്പം ഭരണിയൊക്കെ പൊട്ടിക്കഴിഞ്ഞാലും അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അവിടെ വച്ചിരിക്കുന്നതായിട്ട് കാണാം. പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്ത് വക്കിലൊക്കെ ചെറിയ പൊട്ടലേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല, അത് ഉപയോഗമുള്ളതാണ്. ഉപയോഗശൂന്യമായി ഇനി അതൊരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഗ്ലാസ് പൊട്ടിയിരിക്കുകയാണെങ്കിലോ, ഒരു ഭരണി പൊട്ടിയിരിക്കുകയാണെങ്കിലോ, ഒരു മൺകുടം പൊട്ടിയിരിക്കുകയാണെങ്കിലോ അങ്ങനെ ഒന്നും വീട്ടിനകത്ത് സൂക്ഷിക്കാൻ പാടില്ല. അത് വീട്ടിന് പുറത്ത് നിങ്ങൾ വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ വീട്ടിനകത്ത് പുറത്ത് നെരിപ്പോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മൺചട്ടിയുടെ ഇതൊക്കെ എടുത്ത് വെക്കാറുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ വീട്ടിനകത്ത് അത് വയ്ക്കരുത്. അത് ദാരിദ്ര്യത്തെ ക്ഷണിച്ച് വരുത്തും. വീട്ടിനകത്ത് അന്നം മുട്ടിക്കാൻ പോലും കാരണമാകുന്ന ചില അവസ്ഥകളെ സൃഷ്ടിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമത്തത് ദ്രവിച്ച വസ്ത്രങ്ങൾ എന്നുള്ളതാണ്. ഈ വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുണ്ട്, ചില പലമാരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളുണ്ട്. ചിലത് വല്ലപ്പോഴും എടുക്കും, ചിലതാണെങ്കിലോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ ചിലർ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും, പലവട്ടം അലക്കി സൂക്ഷിച്ചു വയ്ക്കും. ഏതാണ്ട് 20-30 വർഷമായിട്ട് സൂക്ഷിക്കുന്ന
വസ്ത്രങ്ങൾ പോലും ഒരു അലമാരയിൽ ചിലപ്പോൾ കണ്ടു എന്നിരിക്കും. പക്ഷെ ഇതൊന്നും ഒരു തെറ്റല്ല, നല്ല വസ്ത്രമാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില വസ്ത്രങ്ങളുണ്ട് ദ്രവിച്ചിരിക്കും, അതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ കീറിപ്പോവും, പിന്നെ അതുകൊണ്ട് ഉപയോഗിക്കാൻ കൊള്ളില്ല. എന്നാലും ചിലർ ഇങ്ങനെ ദ്രവിച്ചു പോയ ഈ വസ്ത്രത്തെ വീട്ടിലെ അലമാരയിലോ പെട്ടിയിലോ ഒക്കെ വച്ചിരിക്കുന്ന കാണാം. വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ദ്രവിച്ചു പോയ വസ്ത്രങ്ങൾ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് ഫോഴ്സുകളുടെ ഒട്ടേറെ സാന്നിധ്യം ഉണ്ടായി വരും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദ്രവിച്ചു പോയ വസ്ത്രങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ പിഞ്ചി വരുന്ന കീറിപ്പോകുന്ന വസ്ത്രങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്കും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എന്തിനാണിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള റെക്കമെൻഡേഷനും നോട്ടിഫിക്കേഷനും എല്ലാം യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു നൽകുകയുള്ളൂ. എങ്കിൽ മാത്രമല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും കൂടി പ്രയോജനപ്പെടുത്തുക. നാലാമത്തെ കാര്യം കാൽ നഷ്ടമായ കസേരകൾ എന്നുള്ളതാണ്. വീടുകളിൽ നമ്മൾ കസേരകൾ ഉപയോഗിക്കാറുണ്ട്. പ്ലാസ്റ്റിക് കസേരകൾ, അല്ലാത്ത കസേരകൾ, തടി കസേരകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന കസേരയ്ക്ക് കാല് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളൊരു കസേരയുടെ 4 കാല് അത് വലിയൊരു കാര്യമാണല്ലോ. അത് ഉണ്ടെങ്കിലേ സുഖമായിട്ട് അല്ലെ നമുക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ചില വ്യക്തികൾ കാല് പോയിട്ടും ആ കസേരയെ പലതരത്തിൽ കെട്ടിയും മറ്റുമൊക്കെ വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരിക്കലും കാല് പോയ കസേര, നിങ്ങൾക്ക് തടി കസേര ആണെങ്കിൽ അത് മാറ്റിയിടാം, അല്ല കാല് മാറ്റിയിടാം, അതിനൊന്നും തെറ്റില്ല. പക്ഷെ ഒടിഞ്ഞു ഇരിക്കുന്ന കാല് ഇങ്ങനെ കെട്ടി വച്ച് ഉപയോഗിക്കരുത്. എൻ്റെ വീടിനടുത്തൊരു ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. ഈ കാലൊടിഞ്ഞ കസേര പുള്ളിക്കാരൻ കളയില്ല. കാര്യം അത് പൈസയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഒരു പുതിയ കസേരയൊക്കെ മേടിച്ചു കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ, അത് മേടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ്റെ അടുത്ത് മാറ്റാൻ പറഞ്ഞാൽ മാറ്റിയൊന്നുമില്ല. പുള്ളിക്കാരൻ അത് തന്നെ അവിടെ ഇട്ടേക്കും. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി പുള്ളിക്കാരൻ അതുപോലെ തന്നെ ഒരു കാലം ഒടിഞ്ഞു ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഈ കാര്യം ഒന്ന് ഓർമ്മ വന്നത്, ഈ കാലൊടിഞ്ഞ കസേര ഇവിടെ വെച്ചിട്ട് ആണോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത് അത് ചോദിക്കാൻ പറ്റില്ല. നേരെ വേറൊരു ആചാര്യന്റെ അടുത്ത് നിന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചെല്ലുമ്പോഴേ ചോദിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളുടെ വീട്ടിൽ കാലൊടിഞ്ഞ കസേര ഉണ്ടോ? അപ്പൊ പറഞ്ഞു ഉണ്ട്. എങ്കിൽ അതെടുത്ത് മാറ്റൂ, അതിരുന്നതാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് പുള്ളിക്കാരന് ഈ ബോധ്യം ഉണ്ടായത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതിലൊരു ചെറിയ നഷ്ടമാണ്. ചിലപ്പോൾ ഒരു 700 രൂപയുടെ ഒരു പ്ലാസ്റ്റിക് കസേര അതിന്റെ കാലൊടിഞ്ഞു പോയപ്പോൾ നമ്മളത് മാറ്റി ഒരു ആക്രിക്കാരനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറച്ച് കാശ് അതിൽ നിന്ന് കിട്ടും. എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു പുതിയ കസേര, ഇല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ നേരിട്ട് വാങ്ങിക്കാൻ പറ്റില്ല, EMI എങ്കിലും കൊടുത്ത് മാസാമാസം കൊടുത്ത് നമുക്ക് കസേരയൊക്കെ മേടിക്കാൻ പറ്റും. അങ്ങനെയൊന്ന് മേടിച്ചിടാം. പക്ഷെ ഇത് ഇങ്ങനെ വച്ചിരുന്നിട്ട് പിന്നീട് അയാളുടെ കാലൊടിഞ്ഞപ്പോൾ അയാൾക്ക് ചിലവായ എത്ര എന്നാണ് 1000-10000 എന്നല്ല, കൂടുതലായിട്ട് ചിലവാവുകയും ചെയ്യും. അയാളുടെ എത്ര ദിവസത്തെ പണി അവിടെ നഷ്ടമായി പോയി എന്നറിയാമോ? അതുകൊണ്ട് തന്നെ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകൾ. നമ്മുടെ വീട്ടിൽ പലതരം മരുന്നുകൾ പല ആവശ്യത്തിന് വേണ്ടി മേടിക്കും. പക്ഷെ ചിലരായിട്ട് ഈ മരുന്ന് മേടിച്ചിട്ട് പകുതിയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അസുഖമൊക്കെ ഭേദമായിട്ട് അവിടെ തന്നെ വെച്ചിരിക്കും. അങ്ങനെ കാലങ്ങളായിട്ട് ഈ മരുന്ന് കുപ്പികൾ പകുതി മരുന്നോടുകൂടി ആ വീട്ടിലിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെ മരുന്നുകൾ, പഴകിയ മരുന്നുകൾ ഇങ്ങനെ വച്ചിരിക്കരുത്. നിങ്ങൾക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള ഇത്തരം മരുന്നുകൾ അവിടെ സൂക്ഷിക്കുന്നത് അവിടെ രോഗത്തിന്റെ ആധിക്യം കൂട്ടി വരുന്നതിന് പ്രധാന കാരണമാകുമെന്നാണ് പറയുന്നത്. വീട്ടിൽ എപ്പോഴും രോഗാരിഷ്ടതകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ കൂടി വരുന്നതിന് ഇങ്ങനെ പഴകിയ മരുന്ന് സൂക്ഷിച്ചു വയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ആറാമത്തത് ആരുടേതെന്ന് തിരിച്ചറിയാത്ത ചെരുപ്പുകൾ. അത് പലപ്പോഴും കൺഫ്യൂഷനാണ്. എങ്ങനെയാണ് ആരുടേതെന്ന് അറിയാത്ത ചെരുപ്പുകൾ നമ്മുടെ വീട്ടിൽ വരുന്നത്? ചിലപ്പോൾ ഏതെങ്കിലും വിരുന്നുകാരോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും പണിക്ക് വന്ന ആൾക്കാരോ നമ്മുടെ വീട്ടിന്റെ നടയിൽ ചെരുപ്പ് ഊരിയിട്ടു, പക്ഷെ അയാൾ പിന്നീട് തിരിച്ചെടുത്തോണ്ട് പോയില്ല. അങ്ങനെ ചിലപ്പോൾ വീടിന്റെ പരിസരത്തോ നമ്മുടെ ഷൂറാക്കിലോ ഒക്കെ ഇത് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോളൂ. ഒരിക്കലും അതങ്ങനെ വയ്ക്കാൻ പാടില്ലാത്തതാണ്. മറ്റൊരാളുടെ ചെരുപ്പാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കേണ്ടതാണ്. ചിലരാകട്ടെ ചില ക്ഷേത്രങ്ങളിലോ മറ്റ് ചടങ്ങുകളിലൊക്കെ പോകുമ്പോൾ അറിയാതെയെങ്കിലും ചിലപ്പോൾ ചെരുപ്പ് മാറിയിട്ടുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകാം. ഒരിക്കലും അത് അവിടെ സൂക്ഷിക്കരുത്. അത് നിങ്ങൾ പുറത്തേക്ക് കളയണ ആവശ്യം. കാര്യം മറ്റൊരാളുടെ ചെരുപ്പ് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഗുണങ്ങളെ, ഊർജ്ജങ്ങളെ അത് ബാധിക്കുന്നതാണ്. ഏഴാമത്തെ കാര്യം മഷി ഉണങ്ങിയ പേന എന്നുള്ളതാണ്. മഷി ഉണങ്ങിയ പേന പലരുടെയും മേശപ്പുറത്ത് കാണും. നമ്മുടെ ഡ്രോയിൽ അല്ലെങ്കിൽ പേന ഇടുന്ന ആ ബോക്സിൽ നമ്മളിങ്ങനെ ഇട്ട് വച്ചിരിക്കുന്ന കാണാം. പലപ്പോഴും ഈ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചില പേനകൾ തെളിയാതാവും. അപ്പോൾ എന്ത് ചെയ്യും? അതിനെ അവിടെ തന്നെ ഇട്ടേക്കും. ഈ മഷി അതിന്റെ റിഫില്ലിൽ ഇങ്ങനെ ഉണങ്ങിയിരിക്കും. അതുകൊണ്ടാണ് പിന്നെ തെളിയാതെ പോകുന്നത്. തെളിയാത്ത പേനകൾ നമ്മൾ ഒരിക്കലും അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കരുതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് വിപരീതമായിട്ടുള്ള ഊർജ്ജത്തെ കൊടുക്കുകയും അവരുടെ പഠന നിലവാരത്തെ അത് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ചില കുട്ടികളുണ്ട്, എത്ര നല്ല പേന മേടിച്ചു കൊടുത്താലും അതിന്റെ മഷി ഒരു പകുതി
വഴിയിലൊക്കെ എത്തുമ്പോൾ നിന്നു പോകും. അവർക്ക് പേന കൊണ്ട് തുടർന്ന് എഴുതാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരവസ്ഥ കാണാറുണ്ട്. അതിന്റെ പ്രധാന കാര്യം അവർക്ക് ബൗദ്ധികപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഗണപതി പ്രീതി, സരസ്വതി പ്രീതിയൊക്കെ ഇവർക്ക് കുറവായിരിക്കും എന്നുള്ള സൂചനകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. എന്തായാലും നമ്മുടെ ഡ്രോയിലോ മറ്റോ നമ്മളിങ്ങനെ മഷി ഉണങ്ങിയ പേനകൾ അല്ലെങ്കിൽ പകുതി എഴുതി പിന്നെ തെളിയാത്ത പേനകൾ അങ്ങനെയുള്ളതൊന്നും സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഗുണകരം. എട്ടാമത്തെ കാര്യം, ദുർഗന്ധമുള്ള വസ്തുക്കൾ. നമ്മുടെ വീടിനകത്ത് എപ്പോഴും സുഗന്ധപൂരിതമാകണം എന്നുള്ളതാണ്. എന്നാൽ ദുർഗന്ധമുള്ള ചില വസ്തുക്കളൊക്കെ നമ്മുടെ വീട്ടിനുള്ളിൽ കടന്നു കൂടാറുണ്ട്. ചിലപ്പോൾ അത് മുഷിഞ്ഞ ചില വസ്ത്രങ്ങളിൽ നിന്നാകാം, ചിലപ്പോൾ തുപ്പികളാവാം, അല്ലെങ്കിൽ ബാഗുകളാകാം. ഇങ്ങനെ പലതരത്തിൽ മുഷിഞ്ഞ വസ്തുക്കൾ നമ്മുടെ വീട്ടിനുള്ളിൽ ഉണ്ടായി വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം തന്നെ ഇരുന്ന് പഴകി അതൊരു ദുർഗന്ധം വഹിക്കുന്ന തരത്തിലേക്ക് മാറാറൊക്കെ ഉണ്ട് കേട്ടോ, ചില കുറഞ്ഞ തരം പെർഫ്യൂമുകളൊക്കെ. എന്തായാലും ശരി, വീട്ടിനകത്ത് ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് പുറത്ത് കളയുകയാണ് വേണ്ടത്. അതൊരിക്കലും അവിടെ ഉപയോഗിക്കാൻ പാടില്ല. വേണമെങ്കിൽ അതെന്തെങ്കിലും ക്ലീൻ ചെയ്ത് ആ ദുർഗന്ധം നിങ്ങൾക്ക് മാറ്റിയിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ ആയിക്കോളൂ. അല്ല, ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തു വീട്ടിനകത്ത്, അത് ചെറിയ ദുർഗന്ധമായാൽ പോലും അത് സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കേൾക്കുമ്പോൾ കുട്ടികളുടെ ചില വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മലവിസർജനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചില ഇതുണ്ടാകും. അങ്ങനെയുള്ള കാര്യത്തെയല്ല പറഞ്ഞത്. ദീർഘകാലമായിട്ടിരുന്ന് മുഷിഞ്ഞ് നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളെയാണ് പറഞ്ഞത്. അല്ല, കിടപ്പ് രോഗികളുടെ ചിലപ്പോൾ ചില വസ്തുക്കളിൽ നിന്നൊക്കെ ദുർഗന്ധം ഉണ്ടാകും. അതൊന്നും അല്ല ഇവിടെ പറഞ്ഞത്. കുറെ കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരുന്ന് ജീർണിച്ച് അതിനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാതെ ദുർഗന്ധപൂരിതമായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ അതെടുത്ത് എത്രയും പെട്ടെന്ന് പുറത്ത് കളയുക എന്നുള്ളതാണ്. ഒമ്പതാമത്തെ കാര്യം, പൊട്ടിയ ധനക്കുടുക്കുകൾ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നേ കാലത്ത് അങ്ങനത്തെ കാര്യങ്ങൾ അധികം കാണാറില്ല. പണ്ട് ധനം ശേഖരിക്കാൻ വേണ്ടി ഒരു ചെറിയ മൺകുടുക്കുകളുണ്ട്, അതിൽ പണം ഇട്ട് വെക്കും. അവസാനം നമ്മളൊരു ലക്ഷ്യം എത്തുമ്പോൾ, ഒരു ദീപാവലി അല്ലെങ്കിൽ ഒരു ഓണം അങ്ങനെയുള്ള ദിവസം ഈ കുടുക്ക പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ധനം എടുക്കും. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കുടുക്കയിലെ കഷ്ണങ്ങൾ എല്ലാം പുഴയിൽ ഒഴുക്കിക്കളയും. അപ്പൊ അന്നേ കാലത്ത് ഈ കുടുക്കയിലെ ചില്ലുകൾ, അതായത് കഷ്ണങ്ങൾ ഒരിക്കലും വീട്ടിനകത്ത് സൂക്ഷിച്ചു വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ പണാതീതം സമ്പാദിച്ചു അതിന്റെ ഇരട്ടി നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് വിശ്വാസം. ഇപ്പോഴും അങ്ങനത്തെ വിശ്വാസമുണ്ട്. പലപ്പോഴും പ്ലാസ്റ്റിക്കിലൊക്കെ മേടിക്കുന്ന ചില ധനക്കുടുക്കുകളൊക്കെ അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കീറി മുറിച്ചൊക്കെ എടുക്കേണ്ടി വരും. അല്ല, ലോക്കഴിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ളതുണ്ട്. ഒരിക്കലും അതിൽ നിന്ന് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ധനക്കുടുക്കയാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ആ കീറിയ ബോക്സ് ഒരിക്കലും അവിടെ വെച്ചേക്കരുത്. ധനനഷ്ടം കൂടുതലായിട്ട് വരുന്നതിന് ഇതൊക്കെ ഒരു കാരണമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ലാത്ത കുറെ കാലമായിട്ടിരുന്നിട്ട് ഉപയോഗശൂന്യമായിട്ടുള്ള ചില വസ്തുക്കളെ കുറിച്ചാണ്, അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവുകളെ കുറിച്ചാണ്. ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമോ നമ്മുടെ ഇന്ത്യക്കകത്ത് മാത്രമോ ഉള്ള വിശ്വാസമല്ല, വെളിനാടുകളിലുള്ള ഒരു വിശ്വാസമാണ്. അതിനെക്കുറിച്ചുള്ള അറിവ് ശേഖരിച്ചിട്ട് നിങ്ങൾക്കത് പകർന്നു തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമതകൾ, ദരിദ്രപരമായിട്ടോ മറ്റൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മംഗല്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും വീട്ടിനകത്ത് ഇരിപ്പുണ്ടോ എന്ന് നോക്കുക. അതിനൊന്ന് പുറത്തേക്ക് മാറ്റി വെക്കുക. നിങ്ങൾക്ക് ഉള്ള പ്രതിസന്ധികൾ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതിനെ ഉറപ്പിക്കാൻ കഴിയുമല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എന്റെ വാട്സ്ആപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.